ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഹസ്ബൻഡ് എന്ന കൊറിയൻ ത്രില്ലർ സീരീസാണ്. സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ദമ്പതികളെ നമുക്ക് കാണാം. അവർ ഒരു മല കയറി മുകളിൽ നിന്ന് ഉദയസൂര്യനെ ആസ്വദിക്കുകയാണ്. അവരെ കണ്ടാൽ ഇവർ എത്ര സന്തോഷത്തോടെയും സ്നേഹത്തോടെയുമാണ് ജീവിക്കുന്നതെന്ന് തോന്നും. ഇവരാണ് നമ്മുടെ ഹീറോ ടേജു, ഹീറോയിൻ സേയൂൻ. പക്ഷേ അടുത്ത സീനിലേക്ക് കടക്കുമ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. ഇരുവരും ഒരു പ്രസ് മീറ്റിൽ പങ്കെടുക്കുകയാണ്. ഒരു കാലത്ത് പ്രണയത്തിൽ മുങ്ങിയിരുന്ന ഇവർ ഇന്ന് പരസ്പരം നോക്കുന്നത് പോലും തണുത്ത മനസ്സോടെയാണ്. അവരുടെ വിവാഹ ജീവിതത്തിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. നമ്മുടെ ഹീറോ ഒരു പ്രശസ്ത ന്യൂറോ സർജനാണ്. സ്പൈനൽ കോഡ് ശസ്ത്രക്രിയ കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമായി നടത്താൻ കഴിയുന്ന പുതിയൊരു സാങ്കേതികവിദ്യ അദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഖ്യാപനത്തിനായാണ് ഈ പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പരിപാടിക്കിടെ ആശുപത്രി ഡയറക്ടർ ഹീറോയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. എല്ലാവരും അദ്ദേഹം സംസാരിക്കുമെന്ന് കരുതുമ്പോൾ എനിക്കൊരു അടിയന്തര ശസ്ത്രക്രിയയുണ്ട്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു. ഈ തീരുമാനം ആശുപത്രി ഡയറക്ടർക്കും ഹീറോയുടെ ഭാര്യയായ സേയുനും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം സേയുൻ്റെ അച്ഛനാണ് ആ ഹോസ്പിറ്റലിലെ ഡയറക്ടർ. ഈ സാഹചര്യം സേയുൻ സമർത്ഥമായി കൈകാര്യം ചെയ്ത് പ്രശ്നം തൽക്കാലം ഒതുക്കുന്നു. അടുത്ത സീനിൽ ആശുപത്രിയിലെ പ്രധാന നിക്ഷേപകരിൽ ഒരാൾക്ക് ചെറിയൊരു ശസ്ത്രക്രിയ നടത്താനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അതേസമയം അവിടേക്ക് സീരിയസ് ആയ തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച് ഒരു സ്ത്രീ ആശുപത്രിയിലെത്തുന്നു. പക്ഷേ എല്ലാ ഡോക്ടർമാരും തിരക്കിലായതിനാൽ ഇവിടെ ചികിത്സിക്കാൻ കഴിയില്ല, മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് അവിടെയുള്ള ജീവനക്കാർ പറയുന്നത്. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞങ്ങൾ പല ആശുപത്രികളിലും പോയി, ആരും ചികിത്സിക്കാൻ തയ്യാറായില്ല, ദയവായി എൻ്റെ ഭർത്താവിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് കരയുന്നു. അവളുടെ അവസ്ഥ കണ്ട ടേജുവിന് അവരെ കൈവിടാൻ കഴിഞ്ഞില്ല. VIP രോഗിയെ മാറ്റിവെച്ച് ജീവൻ അപകടത്തിലായിരുന്ന ആ സാധാരണക്കാരൻ്റെ ശസ്ത്രക്രിയ ആദ്യം ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഈ ഒരു തീരുമാനമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിലും ആശുപത്രിയിലെ സ്ഥാനത്തും വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. നമ്മുടെ ഹീറോ ആയ ടേജു ആ സാധാരണക്കാരൻ്റെ ഓപ്പറേഷൻ എത്രയും വേഗം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ഈ ടൈമിലാണ് അവിടേക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ, അതായത് ടേജുവിൻ്റെ അമ്മാവൻ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന് എന്തുകൊണ്ട് ആ VIP പേഷ്യൻറ്റിനെ പരിഗണിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ടേജു അയാളോട് പറയുന്നു, ഇതെൻ്റെ ഓപ്പറേഷൻ തിയേറ്ററാണ്, ഇവിടെ നിന്ന് പോകൂ എന്ന്. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ ടേജു സേയുനോട് മാപ്പ് പറയാൻ ശ്രമിക്കുന്നു. ഇന്ന് സംഭവിച്ചത് ശരിയായില്ല, നിന്റെ അച്ഛനോടും ഞാൻ നാളെ നേരിട്ട് മാപ്പ് പറയാമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ സേയുൻ ആ വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അവിടെ നിന്നാണ് അവരുടെ ബന്ധം കൂടുതൽ തകരാൻ തുടങ്ങുന്നത്. അടുത്ത ദിവസം തന്നെ ടേജു തൻ്റെ വാക്ക് പാലിക്കുന്നു. ആശുപത്രി ഡയറക്ടറായ ഡോങ് ഷാൻ്റെ അടുത്ത് പോയി ഇന്നലെ സംഭവിച്ചതിന് ആത്മാർത്ഥമായി മാപ്പ് പറയുന്നു. പക്ഷേ മാപ്പ് പറഞ്ഞതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. ആശുപത്രിയിൽ എല്ലാവർക്കും ടേജുവിൻ്റെയും സേയുവിൻ്റെയും ബന്ധത്തിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകുന്നു. അതേസമയം ടേജു തൻ്റെ അടുത്ത സുഹൃത്തും സഹ ഡോക്ടറുമായ ചി വ്യൂങ്ങിനോട് തൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നു. അത് കേട്ട് ചി വ്യൂങ് പറയുന്നുണ്ട്, ജോലിയേക്കാൾ പ്രധാനമാണ് നിന്റെ കുടുംബം, ഇനിയും വൈകിട്ടില്ല, ഭാര്യയോട് തുറന്നു സംസാരിക്കൂ, തമ്മിൽ സംസാരിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് അദ്ദേഹം ടേജുവിനോട് പറയുന്നു. അതേസമയം സേയുൻ കാർ ഓടിച്ചു പോകുന്നതിനിടെ റോഡരികിൽ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു കുടുംബത്തെ കാണുന്നു. ആ കാഴ്ച അവളെ പഴയൊരു അപകടത്തിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഓർമ്മകൾ കണ്ടാൽ ടേജുവിനും സേയുനും ഒരിക്കൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്ന് നമുക്ക് തോന്നും. ചീവുങ്ങിൻ്റെ ഉപദേശം കേട്ട ടേജു എന്തായാലും ഈ വിവാഹം രക്ഷിക്കണമെന്ന് തീരുമാനിക്കുന്നു. വീട്ടിലെത്തി സ്വന്തം കൈകൊണ്ട് ഡിന്നർ തയ്യാറാക്കുന്നു. സേയുന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്കും വാങ്ങിവെക്കുന്നു. സേയുൻ വീട്ടിലെത്തിയപ്പോൾ വാ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് ടേജു സ്നേഹത്തോടെ വിളിക്കുന്നു. പക്ഷേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു, എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞ് സേയുൻ നേരെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോഴും ടേജു പ്രതീക്ഷ കൈവിടുന്നില്ല. ഭക്ഷണം വേണ്ടെങ്കിൽ വേണ്ട, നിനക്കിഷ്ടപ്പെട്ട ഈ ഡ്രിങ്കെങ്കിലും കുടിച്ചോളൂ എന്ന് പറഞ്ഞ് അവൾക്ക് നൽകാൻ ശ്രമിക്കുന്നു. ആദ്യം അത് നിരസിച്ചെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞ് സേയുൻ തിരികെ വന്ന് ശരി ഞാൻ കുടിക്കാമെന്ന് പറയുന്നു. ടേജു സന്തോഷത്തോടെ ആ ഡ്രിങ്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ തുടങ്ങുന്നു. പക്ഷേ സേയുൻ വേണ്ട, ഞാൻ തന്നെ ഒഴിച്ചോളാം എന്ന് പറഞ്ഞ് ബോട്ടിൽ പിടിക്കുന്നു. ഇരുവരും ഒരേ ബോട്ടിൽ പിടിച്ച് വലിക്കുന്നതിനിടെ അവരുടെ പ്രണയകാലത്തെടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിരുന്ന ഫോട്ടോ താഴെ വീണ് ചില്ല് പൊട്ടി തകരുന്നു. ആ ഫ്രെയിം പൊട്ടിയതുപോലെ തന്നെ അവരുടെ ബന്ധവും വീണ്ടും തകരുന്നു. വഴക്ക് രൂക്ഷമായപ്പോൾ ടേജു ഒടുവിൽ പറയുന്നു, ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. അത് കേട്ട് സേയുൻ ഞെട്ടിപ്പോകുന്നു. കണ്ണു നിറഞ്ഞ് അവൾ പറയുന്നു, ഡിവോഴ്സ് മാത്രം ഞാൻ ഒരിക്കലും തരില്ല, നിനക്ക് വേറെ എന്ത് വേണമെങ്കിലും തരാം, പക്ഷേ ഡിവോഴ്സ് വേണമെങ്കിൽ ആദ്യം ഞാൻ മരിക്കണം. അതും പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി വാതിലടയ്ക്കുന്നു. മനസ്സ് തകർന്ന ടേജു നേരെ അമ്മയെ കാണാൻ പോകുന്നു. അമ്മയും മൂത്ത സഹോദരൻ ടേയോങ്ങും ചേർന്നാണ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. മകനെ കണ്ടതിൽ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. ഇപ്പോഴൊക്കെ സേയുൻ ഇവിടെ വരാറില്ലല്ലോ, ജോലി തിരക്കിലായിരിക്കാം, ഈ ഭക്ഷണം അവൾക്ക് കൊണ്ടുപോയി കൊടുക്കണം, എന്തായാലും അവളെ നന്നായി നോക്കണം എന്ന് പറഞ്ഞ് അമ്മ ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ടേജുവും സഹോദരനും ഒരുമിച്ച് മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ ടേജു താൻ വിവാഹമോചനം ആവശ്യപ്പെട്ട കാര്യം സഹോദരനോട് തുറന്നു പറയുന്നു. അത് കേട്ട സഹോദരൻ അവനെ ഉപദേശിക്കുന്നു, ജീവിതത്തിൽ
പ്രശ്നങ്ങളില്ലാത്ത കുടുംബമൊന്നുമില്ല. അതുകൊണ്ട് എടുത്തു ചാടി തീരുമാനമെടുക്കരുത്. ഒരു കാലത്ത് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് നീയല്ലേ? ഇപ്പോൾ കൂടി ജീവിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. കുറച്ച് സമയം കൊടുക്കൂ, എല്ലാം ശരിയാക്കും. സഹോദരൻ്റെ വാക്കുകൾ കേട്ട ശേഷം തേജു വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. പക്ഷേ മദ്യപിച്ചിരുന്നതിനാൽ കാർ ഓടിക്കാൻ കഴിയില്ല. അതിനാൽ ഒരു ഡ്രൈവറെ വിളിക്കുന്നു. ഡ്രൈവർ വന്ന് തേജുവിനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്നു. വീട്ടിലെത്തിയ തേജു നേരെ മുറിയിലേക്ക് പോയി കിടന്നുറങ്ങുന്നു. എന്നാൽ അതേ രാത്രി ആരോ ഒരാൾ ശബ്ദമില്ലാതെ സേയുവിൻ്റെ മുറിയിലേക്ക് കടക്കുന്നു. അയാൾ ഉറങ്ങിക്കിടന്ന സേയുവിനെ ഉണർത്തുന്നു. ഇതിനിടെ തേജു ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ എല്ലാം പതിവ് പോലെ തന്നെയാണെന്ന് കരുതി തേജു ജോലിക്ക് പുറപ്പെടുന്നു. പക്ഷേ വഴിമധ്യേ കഴിഞ്ഞ രാത്രിയിലെ ഡ്രൈവറിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു. സാർ, നിങ്ങളെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി, ഇനി ബാക്കി പണം തരൂ എന്നാണ് അയാൾ പറയുന്നത്. തേജുവിനൊന്നും മനസ്സിലാകുന്നില്ല. നീ ആരാണ്, എന്ത് ജോലിയാണ് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. പക്ഷേ തേജുവിൻ്റെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. ആശുപത്രിയിലെത്തിയ ഉടൻ തന്നെ ജീവും തേജുവിനോട് ചോദിക്കുന്നു, സേയുൻ ഇന്ന് അസോസിയേഷൻ മീറ്റിങ്ങിൽ വന്നിട്ടില്ലല്ലോ, അതെന്താ എന്ന്. അപ്പോഴാണ് തേജുവിന് എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്. അവൻ ഉടൻ തന്നെ സേയുവിനെ വിളിക്കുന്നു. പക്ഷെ ഫോൺ എടുക്കുന്നത് സേയുനല്ല, കഴിഞ്ഞ രാത്രി അവനെ വീട്ടിലെത്തിച്ച അതേ ഡ്രൈവറാണ്. എന്താ സാർ, ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ എന്ന് ചോദിച്ച് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം തേജുവിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ എത്തുന്നു. ആ വീഡിയോ കണ്ട തേജു ഞെട്ടിപ്പോകുന്നു. അതിൽ മദ്യലഹരിയിലായിരുന്ന തേജു എൻ്റെ ഭാര്യയെ ഇല്ലാതാക്കിക്കൂ എന്ന് ഡ്രൈവറോട് പറയുന്നത് കാണിക്കുന്നു. വീഡിയോയ്ക്ക് പിന്നാലെ ഡ്രൈവർ വീണ്ടും വിളിക്കുന്നു. ഇപ്പോൾ നിൻ്റെ ഭാര്യ എൻ്റെ കയ്യിലാണ്. 3 മണിക്കൂറിനുള്ളിൽ 1 ബില്യൺ വോൺ കൊണ്ടുവാ, അല്ലെങ്കിൽ അവൾ ജീവനോടെ ഉണ്ടാകില്ല. പോലീസിനെ അറിയിച്ചാൽ അവളുടെ മൃതദേഹം മാത്രമേ നിനക്ക് കാണാൻ കഴിയൂ എന്നും അയാൾ പറയുന്നു. തേജു ആദ്യം ഇതെല്ലാം ഒരു തമാശയാണെന്ന് കരുതുന്നു. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ ശരിക്കും ഗുരുതരമാണെന്ന് അവന് മനസ്സിലാകുന്നു. ഡ്രൈവറെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും കാറിലെ ഡാഷ് ക്യാമിൻ്റെ മെമ്മറി കാർഡ് കാണാനില്ല. അതിലും വലിയ ഷോക്ക്, ഡ്രൈവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ ഇന്നലെ രാത്രി ആ ഡ്രൈവർ നിങ്ങളുടെ കോൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം തട്ടിക്കൊണ്ടുപോയ ആൾ സേയുവിൻ്റെ ഫോണും കാറും ഒരു തടാകത്തിലേക്ക് ഇടുന്നതും കാണിക്കുന്നുണ്ട്. നിരാശനായ തേജു ഒടുവിൽ പോലീസിനെ സമീപിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടയിൽ വീണ്ടും ഒരു വീഡിയോ കോൾ എത്തുന്നു. അതിൽ സേയുവിനെ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഇനി മുതൽ എൻ്റെ നിയമങ്ങൾ മാത്രം, സമയം 3 മണിക്കൂറല്ല 1 മണിക്കൂർ മാത്രമെന്ന് തട്ടിക്കൊണ്ടുപോയ ആൾ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ തേജുവിന് മനസ്സിലാകുന്നു, ഇതൊരു സാധാരണ തട്ടിക്കൊണ്ടുപോകലല്ല, ആരോ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കുടുക്കാണ് എന്ന്. സമയം വളരെ കുറവായതിനാൽ തേജു ആദ്യം ഭാര്യയുടെ അച്ഛനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡോങ്ചാൻ അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലായതിനാൽ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഫോൺ എടുക്കുന്നില്ല. മറ്റൊരു വഴിയുമില്ലാതെ തേജു നേരെ ബാങ്കിലേക്ക് പോകുന്നു. അക്കൗണ്ടിലുണ്ടായിരുന്ന 80 മില്യൺ വോൺ മുഴുവൻ പിൻവലിക്കുന്നു. എന്നാൽ ആവശ്യപ്പെട്ടത് 1 ബില്യൺ വോൺ ആയിരുന്നു. അതിനാൽ ബാക്കി തുക ലോണായി നൽകണമെന്ന് ബാങ്ക് മാനേജരോട് അപേക്ഷിക്കുന്നു. പക്ഷേ ബാങ്ക് മാനേജർ ശാന്തമായി പറയുന്നു, ഇത്ര വലിയ ലോൺ ഉടനെ അനുവദിക്കാൻ കഴിയില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും എടുക്കും. ആ മറുപടി കേട്ട തേജുവിന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഒരു നിമിഷം മാനേജറെ ആക്രമിക്കണം എന്ന ചിന്ത പോലും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോകുന്നു. എന്നാൽ ഉടൻ തന്നെ അവൻ സ്വയം നിയന്ത്രിക്കുന്നു. അപ്പോഴേക്കും തട്ടിക്കൊണ്ടുപോയയാൾ വീണ്ടും വിളിക്കുന്നു. പണം കൊണ്ടുവരേണ്ട സ്ഥലം അയാൾ പറയുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ തേജു കാറിൽ കയറി അതിവേഗം അവിടേക്ക് പോകുന്നു. വഴിമധ്യേ ഒരു മോട്ടോർ സൈക്കിളുമായി അപകടമുണ്ടാകുന്നു. തേജു ഉടൻ കാറിൽ നിന്നിറങ്ങി ബൈക്ക് യാത്രക്കാരനെ സഹായിക്കാൻ ഓടിച്ചെല്ലുന്നു. പക്ഷേ അയാൾ അടുത്തെത്തിയ നിമിഷം തന്നെ ഒരു വലിയ ട്വിസ്റ്റ്. ആ ബൈക്ക് യാത്രക്കാരൻ മറ്റാരുമല്ല, സേയുവിനെ തട്ടിക്കൊണ്ടുപോയ അതേ ആളായിരുന്നു. തേജുവിന് ഒന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അയാൾ ഒരു ടേസർ ഉപയോഗിച്ച് തേജുവിനെ വൈദ്യുതാഘാതം ഏൽപ്പിക്കുന്നു. ശക്തമായ ഷോക്കേറ്റ് തേജു നിലത്തേക്ക് വീണ് ബോധരഹിതനാകുന്നു. ഇവിടെയാണ് ദ ഹസ്ബൻഡ് എന്ന ഈ മിസ്റ്ററി കൊറിയൻ ത്രില്ലറിൻ്റെ എപ്പിസോഡ് 1 അവസാനിക്കുന്നത്. തേജുവിന് ഇനി എന്ത് സംഭവിക്കും, അതെല്ലാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.